നമസ്കാരം. ഒരു രാജ്യത്ത് ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷ അത് എത്രത്തോളം വലിയ രീതിയിലുള്ള ഭയാനകമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ അവസ്ഥ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും. ധാക്കയിലെ രാമക്ഷേത്രമടക്കം തകർത്തുകൊണ്ട് അവിടെ കലാപകാരികൾ കൃത്യമായിട്ട് ഹിന്ദു സമൂഹത്തെ വലിയ രീതിയിൽ വേട്ടയാടുന്ന ഒരു അവസ്ഥയാണ് നമ്മളെല്ലാവരും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി വീഡിയോകളും ഫോട്ടോസുകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വരികയാണ്. ഐക്യരാഷ്ട്രസഭ പോലും ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന ഈ ഒരു ഭീകരമായിട്ടുള്ള വേട്ട അല്ലെങ്കിൽ ഹിന്ദു കൂട്ടക്കൊല ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഈ ഇന്ത്യ മഹാരാജ്യമാണ് ഈ ഹൈന്ദവ സമൂഹത്തിന്റെ ഹിന്ദു സമൂഹത്തിന്റെ ഈറ്റില്ലം അല്ലെങ്കിൽ അടിസ്ഥാനം തലസ്ഥാനം എന്ന് തന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കും. ഭാരതത്തിലാണ് ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ ഈ ഒരു സംസ്കാരം ഉണ്ടായത്. സനാതന ധർമ്മത്തിന്റെ എല്ലാ തരത്തിലുമുള്ള സംസ്കൃതിയും അന്നും ഇന്നും നിലനിൽക്കുന്നത് ഈ ഭാരതത്തിലാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും മ്യാൻമറിലും അടക്കമുള്ള ചെറിയ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹൈന്ദവ സമൂഹം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിലായിട്ട് പല രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ്. പക്ഷെ ഇതിനേക്കാൾ വലിയ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ മതഭ്രാന്ത് പിടിച്ച ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ധാക്കയിലെ രാമക്ഷേത്രം അടക്കം തകർക്കുകയും 1000-ഓളം ഹൈന്ദവ വിശ്വാസികൾ അല്ലെങ്കിൽ ഹൈന്ദവ മതവിഭാഗത്തിലെ ആളുകൾ കൊല ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ മറ്റ് നിരവധി ഹിന്ദു സ്ത്രീകളെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്കൂളുകൾ തകർക്കുന്നു, ഹൈന്ദവ വീടുകൾ തകർക്കുന്നു, ക്ഷേത്രങ്ങൾ തകർക്കുന്നു, നിരവധി തരത്തിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് വലിയ ഒരു തരത്തിലും നമ്മൾക്ക് ആ വീഡിയോ പോലും കണ്ടു നിൽക്കാൻ സാധിക്കാത്ത തരത്തിൽ നടു റോട്ടിൽ ഹൈവേകളിൽ ഓരോ ചെറുപ്പക്കാരെയും ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തി അവരെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന അവരുടെ ശവശരീരം കെട്ടിത്തൂക്കിയിട്ടുകൊണ്ട് അവിടെ കുറെ മതഘോഷങ്ങൾ വിളിച്ചുകൊണ്ട് ഇവർ എന്തോ ഒരു പ്രത്യേക നേട്ടം ഉണ്ടാക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടാണ്. നമ്മുടെ ലോകം ഇന്ന് ഇത്രയും ടെക്നിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ തരത്തിൽ സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിക്കുന്ന ആളുകളായിട്ട് പോലും എങ്ങനെയാണ് മതഭ്രാന്തന്മാരായിട്ട് മാറുന്നതെന്ന് ബംഗ്ലാദേശിലെ ഈ ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലവിലെ സർക്കാർ ഇവിടെ പൗരത്വ ഭേദഗതി ബില്ല് പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ നടപ്പിലാക്കിയത് എന്നുള്ളത് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന ആക്രമണം അല്ലെങ്കിൽ ആ ഒരു വേട്ട അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് ബോധ്യപ്പെടും. അവിടെ സുരക്ഷിതത്വമില്ലാത്ത ഹിന്ദു സമൂഹത്തിന് ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് വരാം, ഇവിടെ പൗരത്വം കൊടുക്കും എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരമായിട്ട് പാലസ്തീനിലും അല്ലെങ്കിൽ പാലസ്തീന്റെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഗാസയിലും അടക്കം ഒരുപാട് അവിടെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള ആക്രമണങ്ങൾ. ഇസ്രായേൽ എന്തുകൊണ്ട് ആക്രമണം നടത്തുന്നത്? ഇസ്രായേൽ ആക്രമിച്ചതിന്റെ പേരിൽ അവർ കൃത്യമായിട്ട് അവർക്ക് എതിരെ ആക്രമണം നടത്തിയ ഭീകരവാദികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇസ്രായേൽ കൃത്യമായിട്ട് കഴിഞ്ഞ 2023 ഒക്ടോബർ മാസം മുതൽക്കേ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായ സമയത്ത് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അപലപിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഒരുപാട് തരത്തിലുള്ള പോസ്റ്റുകളും വീഡിയോകളും ഇങ്ങനെ നിരന്തരമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനം എല്ലാവരും റഫയിലേക്ക് നോക്കുക, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ കുട്ടികൾ കൊല ചെയ്യപ്പെടുന്നു, അവിടെ അഭയാർത്ഥി ക്യാമ്പുകൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു, ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലോകത്തിന്റെ മുന്നിലേക്ക് ഇസ്രായേല് എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഒരു ഭീകര രാഷ്ട്രമായിട്ടും പാലസ്തീൻ എന്ന് പറയുന്നത് ഭീകരവാദികളുടെ പ്രവർത്തനമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മാത്രം ഇത് ഇസ്രായേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊലപ്പെടുന്ന രീതിയിലേക്കുള്ള വാർത്തകളാണ് പുറപ്പെടുവിച്ചത്. അപ്പൊ ഒരുപാട് നമ്മുടെ രാജ്യത്തുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല പല കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. പക്ഷെ നമ്മളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതും നമ്മൾക്ക് ബോധ്യപ്പെടേണ്ടതും നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെയുള്ള പല സംഘടനകളും ബംഗ്ലാദേശ് എന്ന് പറയുന്ന നമ്മുടെ തൊട്ട് അയൽ രാജ്യത്ത് ഇതുപോലെ ഹിന്ദു സമൂഹത്തിന് നേരെ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണ പദ്ധതികൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് നമ്മുടെ രാജ്യത്തുള്ള പ്രതിപക്ഷ പാർട്ടികൾ അടക്കമുള്ള പല സംഘടനകളും നടത്തുന്നത്? BJP-യും സംഘപരിവാറും ഭാരതത്തിലെ ഹൈന്ദവ സംഘടനകളും അല്ലാതെ ഹിന്ദു സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടക്കം പരസ്യമായിട്ട് സുരക്ഷ നടപ്പിലാക്കുമെന്ന് പറയുന്ന സമയത്തും ഇവിടെയുള്ള
മറ്റ് പാർട്ടികൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് ബോധ്യപ്പെടും. ഇത് കൃത്യമാണ് ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള ആക്രമണത്തിന് കണ്ണടച്ചുകൊണ്ടുള്ള പിന്തുണ കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ, പല പല ചിന്താഗതികളുടെ ഒരു ഏകീകരണ സ്വഭാവം മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും ഉള്ളതെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടും. അതിലൊരു തർക്കമില്ല. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് എത്രത്തോളം വലിയ ഭീഷണിയായിട്ട് തൊട്ടയൽ സംസ്ഥാനം അല്ലെങ്കിൽ തൊട്ട് അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഇതുപോലെയുള്ള ആളുകളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള ആക്രമണ പദ്ധതികൾ നടത്താൻ ശ്രമിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾ, ഈ രാജ്യവിരുദ്ധ ശക്തികൾക്ക് എല്ലാവർക്കും ഒരേ ഒരു ആദർശം മാത്രമാണ്: ഇന്ത്യ തകർക്കപ്പെടുക, ഈ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവർ ചിന്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടെത്തിക്കുക. ഇതുപോലെ പല രാജ്യങ്ങളും ഇതുപോലെയുള്ള ആക്രമണ പദ്ധതികൾ അകപ്പെട്ടുകൊണ്ട് ഇറാഖ് അടക്കമുള്ള പല രാഷ്ട്രങ്ങളിലും ഇതുപോലെ നിരവധി ഭീകര സ്വഭാവമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുപാട് വിഷയങ്ങളും സംഘർഷങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സംഘർഷങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും കരുതിയിരിക്കണം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉള്ളിൽ പോലും ഇതുപോലെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഒരു വലിയ ആളുകൾ, രാജ്യവിരുദ്ധ ശക്തികൾ ഇവിടെയും തയ്യാറെടുക്കുന്നുണ്ട്. ഓരോ കമന്റുകൾ, ഓരോ പോസ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ വിഷയം വരുന്ന സമയത്ത് അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കേട്ടാൽ നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഹൈന്ദവ സമൂഹത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കേന്ദ്ര സർക്കാരിൽ മാത്രമേ നമ്മൾക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, RSS എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള രാജ്യസ്നേഹികളുടെ ഒരു പടച്ചട്ടയിലുമാണ് ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ വലിയ സുരക്ഷിതത്വം ഇരിക്കുന്നത് എന്നുള്ള യാതൊരുവിധ തർക്കവുമില്ല. അതുപോലെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഇതുപോലുള്ള ആക്രമണ പദ്ധതികൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയത്ത് ഫസ്റ്റ് റിപ്പോർട്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രേക്ഷകരുടെ ഈ സമയത്ത് പറയാനുള്ളത്. ബിപിൻ ലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.